അപ്പോൾ തൽക്കാലത്തേക്ക് ഈ സസ്പെൻഷൻ നടപടിയുണ്ട് കോൺഗ്രസിന് ചെറുതായിട്ടെങ്കിലും മുഖം രക്ഷിക്കാം. പക്ഷെ അവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഇവിടെയും കൊണ്ടും തീരുമെന്ന് തോന്നുന്നില്ല. ഇനിയും തുടർച്ചയായ ദിവസങ്ങളിലൊക്കെ തെളിവുകൾ പുറത്തു വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാകും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെയും പോലീസിൽ ആരും പരാതിയുമായി വന്നിട്ടില്ല. അതായത് ഈ ഇരയാക്കപ്പെട്ട ആളുകൾ ആരും പരാതിയുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങനെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റ് നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും. അത്തരം നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ MLA സ്ഥാനമൊക്കെ രാജിവെക്കുന്ന നടപടികളിലേക്ക് വരും. അതുകൊണ്ടാണ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് ഇതിപ്പോൾ ഒരു പടിപടിയായിട്ടുള്ള നടപടികളാണ്. ഇനി എന്തെങ്കിലും തെളിവുകളോ വിവരങ്ങളോ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത നടപടികളിലേക്ക് പോകും എന്നുള്ളൊരു കാര്യം കെ മുരളീധരനൊക്കെ ഇന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുക, ഇപ്പോൾ സഭ നടത്തുന്ന സമയത്താണെങ്കിലും മാറ്റി നിർത്തുക. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വേദികളിൽ നിന്ന് സ്വാഭാവികമായിട്ടും രാഹുൽ ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർശനമായ നടപടി എടുത്തു എന്നുള്ളൊരു സന്ദേശം കോൺഗ്രസ് നൽകാൻ ശ്രമിക്കുകയും ചെയ്യും. അതേസമയം തന്നെ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമല്ലേ രാഹുൽ ചെയ്തതിനെ. ഇപ്പൊ രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്കൊക്കെ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാറ്റി നിർത്തലിന്റെ ലക്ഷണമല്ലല്ലോ. ഇല്ലെങ്കിൽ അതിനെ നിസ്സാരമാക്കുന്ന ഈ വന്നിരിക്കുന്ന തെളിവുകളെയൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനോട് യോജിക്കുന്ന സമീപനമല്ലേ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്നത് ഇപ്പോൾ? അല്ല, ഇതിനകത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പല നേതാക്കളും ആവശ്യപ്പെട്ടത്, VD സതീശന് ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജിവെപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി 9 മാസത്തോളമാണ് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയുള്ളത്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് BJPക്ക് വളരെ ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. ആ സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ്. BJP ശക്തമായ സാഹചര്യത്തിൽ BJP ജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് എത്രത്തോളം ബാധിക്കുമെന്നുള്ള ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, ഈ വിഷയം അങ്ങനെ സജീവമായി നിലനിൽക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രത്യാഘാതം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് തൽക്കാലത്തേക്ക് ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് നിൽക്കുക. പ്രതിപക്ഷ പാർട്ടികളിലുള്ള അല്ലെങ്കിൽ CPM-ലുള്ള മുതിർന്ന നേതാക്കൾ ഈ സ്ത്രീപീഡന കേസുകളിലൊക്കെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടും അവർ MLA-മാരായി തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു വാദം ഇവർക്ക് തീർച്ചയായും ഉന്നയിക്കാം. അത് നിലനിൽക്കുന്നതല്ല, അത് ധാർമ്മികമായി നിലനിൽക്കുന്നതല്ല. പക്ഷേ ധാർമ്മികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായ നിലപാടുകളാണല്ലോ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് തടി ഊരാൻ വേണ്ടി സസ്പെൻഷൻ എന്ന് പറഞ്ഞൊരു ഇതിൽ നിൽക്കാം. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനിയും തെളിവുകൾ പുറത്തു വരിക, ഇനിയും ശബ്ദരേഖകളൊക്കെ പുറത്തു വരിക, മറ്റ് പരാതികൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ നിന്ന് കാര്യങ്ങൾ നിൽക്കില്ല. അതുകൊണ്ടാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾ തൽക്കാലത്തേക്കാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അതായത് ആദ്യഘട്ടത്തിൽ പരാതി 24 മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി അടുത്ത നടപടി എന്നതിൽ വിശദമായി പരിശോധിച്ചു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്. ഇനിയും കാര്യങ്ങൾ ഗൗരവമാവുകയാണെങ്കിൽ, സീരിയസ് ആയി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്ന നടപടി, അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റു കടുത്ത നടപടികളിലേക്ക് പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ്. ശരി, സിജോ തുടരാമോ? ഇനി ഇടതുപക്ഷത്തിന്റെ നിലപാട് ഏത് തരത്തിലാണ് ഇപ്പോൾ എന്നുള്ളത് കൂടി പരിശോധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി LDF. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം തുടരുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഡൽഹിയിൽ പറഞ്ഞു. കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസുകാർ ഉൾപ്പെടെ അതിശക്തിയായിട്ട് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആത്മാഭിമാന സദസ്സ് ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ജില്ലകളിലാകെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. LDF-ന് ഒരു ഉപതെരഞ്ഞെടുപ്പിനെയും ഭയമില്ല. ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. അത് ഈ തെറ്റിന് പരിഹാരമാവുന്നില്ല. അതുകൊണ്ട് അത്തരം ഒരു വ്യാഖ്യാനം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു സാഹചര്യത്തിലും ഉപതെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുക എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും സ്വീകരിക്കുന്ന സമീപനം.